എനിക്ക് സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് ഒരിക്കലും ആ മണ്ടത്തരം കാണിക്കത്തില്ല. ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ആ മുറിപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിച്ചിട്ട് നിൽക്കും ചെയ്ത കാര്യമാണ്. ഒന്നും പറഞ്ഞ് എടുത്തിട്ട് എല്ലാ ദിവസവും ഒന്നും അലക്കല്ല. ഇവർ പറയുന്ന കണക്ക് എല്ലാ ദിവസവും വെള്ളം അടിക്കുന്നു, എല്ലാ ദിവസവും ഉപദ്രവിക്കുന്നു, അങ്ങനെയൊന്നും അല്ല. അവൾ എൻ്റേതാണ്, എൻ്റെ മാത്രമാണ്. അതിൻ്റെ പേരിലാണ് സംഭവിച്ചിരിക്കുന്നത്. അവസാനം സതീഷ് കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഞാൻ അതുല്യെ അടിക്കുമായിരുന്നു എന്നുള്ളൊരു കാര്യം. പക്ഷെ മീഡിയാസിലൊക്കെ പറയുന്ന പോലെ ഭയങ്കരമായിട്ട് എല്ലാ ദിവസവും അതുല്യെ ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയല്ല എന്നാണ് സതീഷ് ഇപ്പം പറഞ്ഞേക്കുന്നത്. അടിച്ചത് സ്നേഹം കൊണ്ടാണ്, അവൾ എൻ്റേത് മാത്രമാണ് എന്ന് പറഞ്ഞിപ്പം നിങ്ങൾ ആ ഒരു കേട്ട വോയിസിൽ, അത് മീഡിയയ്ക്ക് കൊടുത്ത ഇൻ്റർവ്യൂ ആണ്. അതിനകത്താണ് ഒരു ചെറിയൊരു പോർഷനാണ് പുള്ളി പറയുന്നത്. നിങ്ങൾ അതുല്യെ അടിച്ചോ എന്ന് ചോദിച്ചപ്പം സതീഷ് പറയുകയാണ് അടിച്ചിട്ടുണ്ട്, പക്ഷെ ഇങ്ങനത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള രീതിയിലൊന്നും അടിച്ചിട്ടില്ല, അത് ചുമ്മാ പറയുന്നതാണ്. ചില സമയത്ത് കുടിച്ച സമയത്ത് ഇത് കണക്ക് നടന്നിട്ടുണ്ട്, അത് വല്ലപ്പോഴുമാണ് എന്നാണ് പറയുന്നത്. അത് വല്ലപ്പോഴും ഒന്നും അല്ല എന്നുള്ള കാര്യം അതുല്യ പുറത്തുവിട്ട വോയിസിലൊക്കെ തന്നെ അറിയാം. ദിവസവും ഇതേ കണക്ക് അടിയും കാര്യങ്ങളും ഉണ്ടെന്ന് അതുല്യയുടെ ആ ഒരു വോയിസിൽ പറയുന്നുണ്ട്. എന്നിട്ട് ഇപ്പം പ്രശ്നമാവുമെന്ന് അറിഞ്ഞപ്പോഴത്തേനുണ്ടെങ്കിൽ ഇവനെ ന്യായീകരിച്ച് ഓരോ കാര്യങ്ങളുമായിട്ട് വന്നേക്കുവാണ്. എന്തായാലും ഇവൻ്റെ ജോലി പോയിട്ടുണ്ട്. ഇനി കേസ് എടുക്കും, ബാക്കിയുള്ള കാര്യങ്ങൾ മുമ്പോട്ട് പോകുമ്പം ഇവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുല്യെ വല്ലതും ചെയ്തതാണെങ്കിൽ ഇവനുള്ള ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും. അതിലൊരു ഡൗട്ടും ഇല്ല. ഇനി എത്രയൊക്കെ അഭിനയിക്കാൻ ശ്രമിച്ചാലും അതിലൊന്നും ഒരു കാര്യം ഉണ്ടാകത്തില്ല. ഇവൻ ചെയ്ത ക്രൂരതയ്ക്ക് ഇവനെ അത് കിട്ടുക തന്നെ ചെയ്യും, അതിലൊരു ഡൗട്ടും ഇല്ല.